ഹായ്, നാളെ മെയ് 15, 2026 ആണ് ദർശൻ്റെ ബോർഡ് എക്സാമിൻ്റെ 10th റിസൾട്ട് വരാണ്. ടെൻഷൻ ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടെൻഷനുണ്ട്. കാരണം എപ്പോഴും ഞാൻ വീഡിയോസിൽ പറയാറുണ്ട്, ദർശൻ്റെ ഏറ്റവും സ്ട്രഗിൾ പാർട്ട് അവൻ്റെ അക്കാഡമിക്സ് ആണ്. ബോർഡ് എക്സാമിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ബോർഡ് എക്സാം കഴിയുമ്പോൾ ദർശൻ പറയും നല്ല സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നൊക്കെയാണ് അവൻ എപ്പോഴും പറയാറുള്ളത്. അതെപ്പോഴും നമ്മൾ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവൻ പറയുന്നത്. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നമ്മൾ അവൻ്റെ ഒരു A+ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത്രയും മാർക്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു കാര്യമല്ല. ബിക്കോസ് ഡിഫറെൻ്റ്ലി ഏബിൾ മീൻസ് എല്ലാത്തിലും ആ ഒരു ഡിഫറൻസസ് ഉണ്ട്. നമ്മളുടെ എക്സ്പെക്റ്റേഷൻസിലും ആ ഡിഫറൻസ് ഉണ്ട്, നമ്മളുടെ സെലിബ്രേഷൻസിലും ആ ഡിഫറൻസ് ഉണ്ട്. ദർശനിപ്പോൾ ഒരു പാസ് മാർക്ക് കിട്ടിയാൽ കൂടെ ഞങ്ങളുടെ സെലിബ്രേഷനാണ്. ബിക്കോസ് അവനെ കൊണ്ട് പറ്റുന്നതാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മറ്റുള്ളവരായിട്ടൊരു കമ്പാരിസൺസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബെഞ്ച് മാർക്സോ ഇല്ല അതിനകത്ത്. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു അൺഫോൾഡ്. ലെറ്റ് സീ ടുമോറോ ഹൗ ഇറ്റ് ഈസ്. നാളെ എങ്ങനെയാണ് റിസൾട്ട് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ ടെൻഷനുണ്ട് എനിക്ക്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫാക്ടർ. എല്ലാം നന്നായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അവനുണ്ടായിട്ടുണ്ട്, എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ സന്തോഷമാണ്. നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ലാതെ അവൻ്റേതായ രീതിയിൽ അവൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവനെ കിട്ടുന്ന അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. അതിപ്പോൾ എന്തായാലും വി ആർ റെഡി ടു ആക്സെപ്റ്റ്. താങ്ക് യു.